നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. മലയാളത്തിന്റെ പ്രിയനടൻ മോഹൻലാലിന് രാജ്യത്തിന്റെ ആദരം. ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം രാഷ്ട്രപതിയിൽ നിന്ന് മോഹൻലാൽ ഏറ്റുവാങ്ങി. തന്റെ ആത്മാവിന്റെ സ്പന്ദനമാണ് സിനിമയെന്ന് മോഹൻലാൽ. ഭൂട്ടാനിൽ നിന്നുള്ള വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട് തൃശൂർ ഉൾപ്പെടെ 5 ജില്ലകളിൽ കസ്റ്റംസ് നടത്തിയ പരിശോധനയിൽ 36 വാഹനങ്ങൾ പിടിച്ചെടുത്തു. പാലിയേക്കരയിലെ കാർ സർവീസ് സെന്ററിൽ പണിക്ക് കൊണ്ടുവന്ന 4 ആഡംബര കാറുകൾ കസ്റ്റംസിന്റെ നിരീക്ഷണത്തിൽ. മാധ്യമങ്ങളെ കടന്നാക്രമിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുടെ പേരിൽ പാർട്ടിക്കെതിരെ മാധ്യമങ്ങൾ കള്ളപ്രചാരവേലയാണ് നടത്തുന്നതെന്ന് MV ഗോവിന്ദൻ. തൃശൂർ കേരള വിഷൻ ലിമിറ്റഡിന്റെ 21ാമത് വാർഷിക യോഗം തൃശൂരിൽ നടന്നു. കേരള വിഷന്റെ പ്രവർത്തനം രാജ്യത്തിന് തന്നെ മാതൃകയാണെന്ന് COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ. തൃശൂർ കോർപ്പറേഷന്റെ അന്യായമായ പേട്ട പണം പിരിവിനെതിരെ പ്രതിഷേധം ശക്തമാക്കി വ്യാപാരികൾ. നായരങ്ങാടി, അരിയങ്ങാടി മേഖലയിലെ വ്യാപാര സ്ഥാപനങ്ങൾ വ്യാഴാഴ്ച അടച്ചിട്ട് പ്രതിഷേധിക്കും. കൈക്കൂലി വാങ്ങുന്നതിനിടെ അസിസ്റ്റന്റ് ലേബർ ഓഫീസർ വിജിലൻസ് പിടിയിൽ. ചാവക്കാട് അസിസ്റ്റന്റ് ലേബർ ഓഫീസറായിരുന്ന ഇരിങ്ങാലക്കുട സ്വദേശി ജയപ്രകാശാണ് 5000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ പിടിയിലായത്. അമീബിക് മസ്തിഷ്കജ്വര വ്യാപനം. ഗുരുവായൂർ ക്ഷേത്രകുളം അടച്ചിടുന്നതിന് ദേവസ്വത്തോട് നിർദ്ദേശം നൽകാൻ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ തീരുമാനം. ചൂണ്ടൽ പഞ്ചായത്തിലെ 2 ക്ഷേത്രകുളങ്ങളടക്കം 3 കുളങ്ങളിൽ പ്രവേശനം നിരോധിച്ചു. വാർത്തകളിലേക്ക് വിശദമായി. ചലച്ചിത്ര മേഖലയിലെ പരമോന്നത ബഹുമതിയായ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം മോഹൻലാൽ ഏറ്റുവാങ്ങി. ഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു പുരസ്കാരം സമ്മാനിച്ചു. മികച്ച സഹനടനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് വിജയരാഘവനും സഹനടിക്കുള്ള പുരസ്കാരം ഉർവശിയും ഏറ്റുവാങ്ങി. മികച്ച ചിത്ര സംയോജനത്തിന് മിഥുൻ മുരളി, മികച്ച ഡോക്യുമെന്ററിക്കുള്ള പുരസ്കാരത്തിന് രാംദാസ് വയനാട് എന്നിവർ ഏറ്റുവാങ്ങി. എന്റെ ആത്മാവിന്റെ സ്പന്ദനമാണ് സിനിമ. ഈ പുരസ്കാരം എനിക്ക് മാത്രമല്ല മലയാള സിനിമയ്ക്കാകെ അവകാശപ്പെട്ടതാണെന്ന് പുരസ്കാരം ഏറ്റുവാങ്ങിയ ശേഷം മോഹൻലാൽ പറഞ്ഞു. ഭൂട്ടാനിൽ നിന്നുള്ള വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട് തൃശൂർ ഉൾപ്പെടെ 5 ജില്ലകളിൽ കസ്റ്റംസ് നടത്തിയ പരിശോധനയിൽ 36 വാഹനങ്ങൾ പിടിച്ചെടുത്തു. 35 സ്ഥലങ്ങളിലാണ് പരിശോധന നടത്തിയത്. 150ഓളം വാഹനങ്ങൾ ഭൂട്ടാനിൽ നിന്ന് എത്തിച്ചു. പരിവാഹൻ സൈറ്റിൽ കൃത്രിമം കാണിച്ച് വ്യാജരേഖകൾ ഉപയോഗിച്ചാണ് രജിസ്ട്രേഷൻ നടത്തിയിരിക്കുന്നത്. ദുൽഖർ സൽമാന്റെ 2 വാഹനങ്ങൾ തിരിച്ചറിഞ്ഞു. തമിഴ്നാട് രജിസ്ട്രേഷനുള്ള ഒരു കാർ പിടിച്ചെടുത്തതായി കസ്റ്റംസ് കമ്മീഷണർ ഡോക്ടർ T. ടിജു പറഞ്ഞു. ഓപ്പറേഷൻ നുംഖോറിന്റെ ഭാഗമായി പാലിയേക്കരയിലെ കാർ സർവീസ് സെന്ററിൽ കസ്റ്റംസ് പരിശോധന നടത്തി. ബാഡ്ബോയ് മോട്ടോർ വേൾഡ് എന്ന സ്ഥാപനത്തിലാണ് പരിശോധന നടന്നത്. ഇവിടെ പണിക്ക് കൊണ്ടുവന്ന 4 ആഡംബര കാറുകൾ കസ്റ്റംസിന്റെ നിരീക്ഷണത്തിലാണ്. വാഹന ഉടമകളോട് രേഖകൾ ഹാജരാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തൃശൂരിന് പുറമെ തിരുവനന്തപുരം, മലപ്പുറം, എറണാകുളം, കോഴിക്കോട് ജില്ലകളിലും പരിശോധന നടന്നു. മാധ്യമങ്ങളെ കടന്നാക്രമിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുടെ പേരിൽ പാർട്ടിക്കെതിരെ മാധ്യമങ്ങൾ കള്ളപ്രചാരവേലയാണ് നടത്തുന്നത്. കേരളത്തിലുള്ളതുപോലെ കള്ളപ്രചാരവേല നടത്തുന്ന മാധ്യമങ്ങൾ ലോകത്തെവിടെയുമില്ലെന്നും ഇതിന് സ്വാധീനമില്ലെന്ന് ഒരു കമ്മ്യൂണിസ്റ്റുകാരനും വിചാരിക്കരുതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അഴീക്കോടൻ രാഘവൻ അനുസ്മരണത്തോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയ പ്രതിയോഗികളെ പോലും പേരിന് മാത്രം പരാമർശിച്ച പാർട്ടി സെക്രട്ടറി പ്രസംഗത്തിന്റെ ആദ്യാവസാനം വരെ മാധ്യമങ്ങൾക്കെതിരെ അതിരൂക്ഷ വിമർശനമാണ് നടത്തിയത്. മാധ്യമങ്ങളെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ വർഗപരമായ കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് അവരുടെ താല്പര്യം സംരക്ഷിക്കാനാണ്. നമുക്കെതിരായിട്ടുള്ള കള്ളപ്രചാരവേല, ലോകത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെതിരായി ഇതുപോലെ കള്ളപ്രചരണം സംഘടിപ്പിക്കാൻ ഒരു മാധ്യമ ശൃംഖല വേറെ എവിടെയില്ല ഈ കേരളത്തിലുള്ളതുപോലെ. മാധ്യമങ്ങളെല്ലാം ശ്രമിക്കുന്നത് വർഗപരമായ കാഴ്ചപ്പാടിലൂടെ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ്. അഴീക്കോടനെ അഴിമതിക്കാരനായി അവർ ചിത്രീകരിച്ചു. എന്നാൽ ജീവിച്ചിരുന്ന അഴീക്കോടനേക്കാൾ കരുത്താണ് രക്തസാക്ഷിയായ അഴീക്കോടൻ. അദ്ദേഹത്തെ അനുസ്മരിക്കുമ്പോൾ പാർട്ടിക്കുണ്ടാകുന്ന കരുത്ത് വളരെ വലുതാണ്. തീവ്ര ഇടതുപക്ഷം അന്നും ഇന്നും വലതുപക്ഷത്തിന്റെ 2ാം മുഖമാണ്. അതിനെ ഇടതുപക്ഷമായി തെറ്റിദ്ധരിക്കേണ്ട. ഇനിയും ഭരണത്തുടർച്ച ഉണ്ടായാൽ വികസിത രാഷ്ട്രത്തിന് സമാനമായ ജനതയെ സൃഷ്ടിക്കുകയാണ് നവകേരള പദ്ധതിയുടെ ഉള്ളടക്കം. എന്നാൽ കേരളത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടക്കാതിരിക്കാനാണ് UDFും BJPയും പാരവെക്കുന്നത്. ഒരു വികസനവും നടത്താൻ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ തീരുമാനമനുസരിച്ചുകൊണ്ടാണ് BJPയും അതുപോലെ തന്നെ കോൺഗ്രസും ഒരേപോലെ തീരുമാനിച്ച് കച്ചകെട്ടി ഇറങ്ങി പുറപ്പെട്ടത്.
നമ്മുടെ എല്ലാ വികസന പ്രവർത്തനത്തിനും അവരെതിരാണ്. നിലവിൽ ജീർണാവസ്ഥയിലായ കോൺഗ്രസിന് ഇവിടെ ബദലാകാൻ കഴിയില്ല. അതുകൊണ്ട് മഴവിൽ സഖ്യവും BJPയും ചേർന്നാണ് LDFനെ നേരിടുന്നത്. ജീർണമായ മനസ്സുള്ള ഒരു വിഭാഗമായിട്ട് ഈ UDFും കോൺഗ്രസും ലീഗുമെല്ലാം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ വർഗീയതയെയാണ് UDFന്റെ ആശ്രയം. ഈ വർഗീയ ശക്തികളെല്ലാം ചേർന്നൊരു മഴവിൽ സഖ്യമുണ്ടാക്കി 3ാം ടേം കേരളത്തിലെ ഗവൺമെന്റിനെ അധികാരത്തിലേറ്റില്ല എന്ന ശപഥത്തിന്റെ പിന്നിൽ ഈ മാധ്യമ ശൃംഖലയെയും എല്ലാം അണിനിരത്തിക്കൊണ്ടാണ് പാർട്ടിക്കെതിരായി, ഗവൺമെന്റിനെതിരായി, അതുപോലെ തന്നെ പാർട്ടി നേതൃത്വത്തിനെതിരായി അപവാദ പ്രചാരവേല, കള്ള പ്രചാരവേല ഇവർ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിയമസഭയിലും ലോകസഭയിലും BJP അക്കൗണ്ട് തുറന്നത് കോൺഗ്രസിന്റെ വോട്ട് കിട്ടിയാണെന്നും അദ്ദേഹം ആരോപിച്ചു. സുരേഷ് ഗോപി ജയിച്ചിരിക്കുന്നു. എങ്ങനെയാ ജയിച്ചത്? ജയിച്ചത് കയ്യബദ്ധം പറ്റിയതുകൊണ്ട് മാത്രമല്ല. 86,000 വോട്ടാണ് കോൺഗ്രസിന്റെ വോട്ട് BJPക്ക് അനുകൂലമായിട്ട് മാറിയത്. കോൺഗ്രസിന്റെ വോട്ട് നേടാൻ സാധിക്കുന്നില്ല എങ്കിൽ BJP ഒരു സീറ്റിലും ഈ കേരളത്തിൽ ഇതിനു മുമ്പ് ജയിച്ചിട്ടില്ല, ഇനിയോട്ട് ജയിക്കുകയുമില്ല. CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു. സുരേഷ് ഗോപിയുടെ വിജയം തൃശ്ശൂരുകാർക്ക് പറ്റിയ ഒരു കൈത്തറ്റാണെന്ന് അദ്ദേഹം പറഞ്ഞു. സുരേഷ് ഗോപിയുടെ കലുങ്ക് സംവാദ വിവാദം ചൂണ്ടിക്കാട്ടിയായിരുന്നു പരാമർശം. നരേന്ദ്രമോദി 5 വർഷം കൂടി രാജ്യം ഭരിച്ചാൽ അമേരിക്കൻ ഡോളറുമായുള്ള ഇന്ത്യൻ രൂപയുടെ മൂല്യം വൻ തകർച്ച നേരിടുമെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ പരിഹസിച്ചു. K രാധാകൃഷ്ണൻ MP, PK ബിജു, മന്ത്രി R ബിന്ദു, AC മൊയ്തീൻ MLA, MM വർഗീസ്, ബേബി ജോൺ, MK കണ്ണൻ, NR ബാലൻ തുടങ്ങി സംസ്ഥാന ജില്ലാ നേതാക്കൾ പങ്കെടുത്തു. സമ്മേളനത്തിന് മുന്നോടിയായി 100 കണക്കിന് പേർ അണിനിരന്ന റെഡ് വാളണ്ടിയർ മാർച്ചും ബഹുജന റാലിയും നടന്നു. TCV തൃശൂർ. ബിസിനസ് അനുകൂല സാഹചര്യങ്ങളെ നാം വളർത്തിയെടുത്തിട്ടുണ്ടെങ്കിലും കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ചുള്ള മാറ്റം കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണമെന്നും അല്ലെങ്കിൽ നമ്മൾ മാറ്റി നിർത്തപ്പെടുമെന്നും COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ പറഞ്ഞു. തൃശൂർ കേരള വിഷൻ ലിമിറ്റഡിന്റെ 21ാമത് ആനുവൽ ജനറൽ മീറ്റിംഗ് തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നേതൃത്വം കൊടുക്കുന്ന സ്ഥാപനങ്ങളെല്ലാം ഇന്ന് 1ാം സ്ഥാനത്താണ്. ഇതിൽ പ്രഥമ സ്ഥാനത്താണ് തൃശൂർ കേരള വിഷൻ. സുതാര്യതയും വിശ്വസ്തതയും ഉള്ളതുകൊണ്ടാണ് അതിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാകുന്നത്. ക്ലസ്റ്റർ സംവിധാനമാണ് കേബിൾ TV മേഖലയിലെ പ്രതിസന്ധികളെ നേരിടാനുള്ള ഏറ്റവും വലിയ മാർഗം. ടൂറിസം അടക്കമുള്ള മേഖലകളിലെ ബിസിനസ് സാധ്യതകൾ മുൻകൂട്ടി കാണാൻ നമുക്ക് സാധിക്കണമെന്നും ആ മേഖലകളിലേക്ക് കടക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞതായും പ്രവീൺ മോഹൻ പറഞ്ഞു. കാസിനോ ഹോട്ടലിൽ നടന്ന ആനുവൽ ജനറൽ മീറ്റിംഗിൽ കേരള വിഷൻ ചെയർമാൻ KC ജോൺസൺ അധ്യക്ഷത വഹിച്ചു. കേരള വിഷൻ മാനേജിംഗ് ഡയറക്ടർ T ജയപ്രകാശ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. കമ്പനി സെക്രട്ടറി കൃഷ്ണകുമാർ കമ്പനി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഫിനാൻസ് ഡയറക്ടർ P ഗോപകുമാർ, COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ് കുമാർ, KCCL മാനേജിംഗ് ഡയറക്ടർ PP സുരേഷ് കുമാർ, KCCL എക്സിക്യൂട്ടീവ് ഡയറക്ടർ KV രാജൻ, COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, COA ജില്ലാ സെക്രട്ടറി P ആന്റണി, KCCL ഡയറക്ടർ VP ബിജു, കേരള വിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ CG ജോസഫ്, തൃശൂർ മീഡിയ വിഷൻ കോർഡിനേറ്റർ PM നാസർ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ പിരിഞ്ഞുപോകുന്ന ഡയറക്ടർമാരെ ആദരിച്ചു. TCV ന്യൂസ് തൃശൂർ. തൃശൂർ കോർപ്പറേറ്റ് വെഞ്ചേഴ്സ് ലിമിറ്റഡിന്റെ 5ാമത് ആനുവൽ മീറ്റിംഗ് തൃശൂരിൽ ചേർന്നു. തൃശൂർ കോർപ്പറേറ്റ് വെഞ്ചേഴ്സ് ലിമിറ്റഡ് ചെയർമാൻ അമ്പലപ്പാട്ട് മണികണ്ഠന്റെ അധ്യക്ഷതയിൽ തൃശൂർ കാസിനോ ഓഡിറ്റോറിയത്തിൽ ചേർന്ന ആനുവൽ മീറ്റിംഗിൽ TCV ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ PB സുരേഷ് കമ്പനി റിപ്പോർട്ട് അവതരിപ്പിച്ചു. കമ്പനി ഓഡിറ്റർ CL സോണി ഓഡിറ്റ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. KCCL എക്സിക്യൂട്ടീവ് ഡയറക്ടർ KV രാജൻ, KCCL മാനേജിംഗ് ഡയറക്ടർ PP സുരേഷ് കുമാർ, COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, TCV ലിമിറ്റഡ് ഡയറക്ടർമാരായ CA ബൈജു, ജോർജ് ലിയോ, COA ജില്ലാ സെക്രട്ടറി P ആന്റണി, KCCL ഡയറക്ടർ VP ബിജു, CG ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. TCV തൃശൂർ. കൂടുതൽ വാർത്തകളിലേക്ക് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ ഈ സാറന്നെ ഫുള്ള് നാച്ചുറലാ? ആടാ ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ, ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് & ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് & ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാണ് ഷോപ്പിംഗ്. മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻ, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ.
ലിയോസിൽ ഓണപ്പൂരം കൊടിയേറി മക്കളെ. ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 17 വരെ ഓഫറുകളുടെ പൊടിപ്പൂരം. ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള പണിക്കൂലി തികച്ചും സൗജന്യം. തിരഞ്ഞെടുത്ത സ്വർണ്ണാഭരണങ്ങളുടെ പണിക്കൂലി നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. അപ്പൊ വേഗമാവട്ടെ, ഓണപ്പൂരം അടിപൊളിയാക്കാം. ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ. KR നാരായണൻ സ്മാരക മന്ദിരം, അത്താണി സെന്റർ. ഹാൾ മിതമായ നിരക്കിൽ വാടകയ്ക്ക്. 4000 സ്ക്വയർ ഫീറ്റിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ മനോഹരമായ ഹാൾ. തൊട്ടുതാഴെ ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലും AC നോൺ AC റൂമുകൾ, ലിഫ്റ്റ് ആൻഡ് ജനറേറ്റർ സൗകര്യം, താഴെ ബാങ്ക്, വാഹനം പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യം. തൃശൂർ മെഡിക്കൽ കോളേജ്, വ്യാസ കോളേജ്, ഹയർ സെക്കൻഡറി സ്കൂളുകൾ എന്നിവ സമീപം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG Golden Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വീണ്ടും വാർത്തകളിലേക്ക്. തൃശൂർ കോർപ്പറേഷന്റെ അന്യായമായ പേട്ട പണം പിരിവിൽ പ്രതിഷേധവുമായി വ്യാപാരികൾ. നായരങ്ങാടി, അരിയങ്ങാടി മേഖലയിലെ വ്യാപാര സ്ഥാപനങ്ങൾ വ്യാഴാഴ്ച അടച്ചിടാൻ തീരുമാനിച്ചു. വണ്ടിപ്പേട്ട അല്ലാത്ത അരിയങ്ങാടി, നായരങ്ങാടി മേഖലയിൽ ചരക്ക് വാഹനങ്ങൾ വരുമ്പോൾ അവരിൽ നിന്നും തൃശൂർ കോർപ്പറേഷൻ അമിതമായി പിരിവ് നടത്തുന്നതിനാൽ മറ്റു മേഖലകളിൽ നിന്ന് ഇവിടേക്ക് ചരക്ക് വാഹനങ്ങൾ വരാതാവുകയും വ്യാപാരം നടക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണെന്ന് വ്യാപാരികൾ പറയുന്നു. ഇതുമൂലം നിരവധി സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടലിന്റെ വക്കിലാണെന്ന് ചേംബർ ഓഫ് കൊമേഴ്സ് ഭാരവാഹികൾ പറഞ്ഞു. കൈക്കൂലി വാങ്ങുന്നതിന്റെ അസിസ്റ്റന്റ് ലേബർ ഓഫീസർ വിജിലൻസ് പിടിയിൽ. ചാവക്കാട് അസിസ്റ്റന്റ് ലേബർ ഓഫീസറായിരുന്ന ഇരിങ്ങാലക്കുട സ്വദേശി ജയപ്രകാശാണ് ഗുരുവായൂരിലെ ഹോട്ടലിൽ നിന്ന് 5000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ പിടിയിലായത്. ചാവക്കാട് അസിസ്റ്റന്റ് ലേബർ ഓഫീസറായിരുന്ന KA ജയപ്രകാശ് ഗുരുവായൂരിലുള്ള റെസ്റ്റോറന്റിൽ പരിശോധനയ്ക്ക് വരികയും താൽക്കാലിക ജീവനക്കാരുടെ എണ്ണം കൂടുതലാണെന്നും നടപടിയെടുക്കാതിരിക്കാൻ ഓഫീസിൽ വരാൻ ആവശ്യപ്പെടുകയും ഓഫീസിൽ ചെന്ന റെസ്റ്റോറന്റ് മാനേജറോട് 5000 രൂപ കൈക്കൂലിയായി ആവശ്യപ്പെടുകയുമായിരുന്നു. തുടർന്ന് ഫോണിൽ വിളിച്ച് 5000 രൂപ കൂടി വേണമെന്നാവശ്യപ്പെട്ടു. പരാതിക്കാരൻ വിവരം തൃശൂർ വിജിലൻസ് DYSP അറിയിച്ചതോടെയാണ് ജയപ്രകാശ് കുടുങ്ങിയത്. ചാവക്കാട് നിന്ന് സ്ഥലം മാറിപ്പോയ വിവരം മറച്ചുവെച്ചാണ് ഇയാൾ പണം കൈപ്പറ്റാൻ ഹോട്ടലിലെത്തിയതെന്ന് വിജിലൻസ് സംഘം പറഞ്ഞു. അമീബിക് മസ്തിഷ്ക ജ്വര വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഗുരുവായൂർ ക്ഷേത്രക്കുളം അടച്ചിടുന്നതിന് ദേവസ്വത്തോട് നിർദ്ദേശം നൽകാൻ നഗരസഭാ കൗൺസിൽ യോഗം തീരുമാനിച്ചു. ഗുരുവായൂർ നഗരസഭയുടെ പൊതുകുളങ്ങൾ നേരത്തെ അടച്ചതാണ്. മുങ്ങിക്കുളിക്കുന്നത് വഴി രോഗബാധ ഇല്ലാതാക്കാൻ സ്വകാര്യ കുളങ്ങളും സ്വിമ്മിംഗ് പൂളുകളും ഉപയോഗിക്കരുതെന്നും കൗൺസിൽ നിർദ്ദേശിച്ചു. തെരുവ് വിളക്കുകൾ അറ്റകുറ്റപ്പണി നടത്താത്തത് സംബന്ധിച്ച ചർച്ച കൗൺസിലിൽ കത്തിക്കയറി. കൗൺസിലർമാർ വൈദ്യുതി പോസ്റ്റുകളിൽ കയറി ബൾബുകൾ ശരിയാക്കേണ്ട അവസ്ഥയാണുള്ളതെന്ന് പ്രതിപക്ഷ നേതാവ് KP ഉദയൻ കുറ്റപ്പെടുത്തി. അറ്റകുറ്റപ്പണിക്ക് തയ്യാറാകാത്ത കരാറുകാരനെതിരെ നടപടി സ്വീകരിക്കുന്നതിൽ ഇംപ്ലിമെന്റ് ഓഫീസറായ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും ഉദയൻ ആവശ്യപ്പെട്ടു. കരാറുകാരൻ നൽകിയ ഉറപ്പുകൾ പാലിക്കപ്പെടുന്നില്ലെന്നും ഫോൺ വിളിച്ചാൽ എടുക്കുന്നില്ലെന്നും ചെയർമാൻ M കൃഷ്ണദാസ് അറിയിച്ചു. ഉടൻ തന്നെ അറ്റകുറ്റപ്പണി നടത്തണമെന്ന് കരാറുകാരന് നഗരസഭാ സെക്രട്ടറി അവസാനവട്ട നോട്ടീസ് നൽകും. ഓവർസിയറുടെ മേൽനോട്ടത്തിൽ അറ്റകുറ്റപ്പണി നടത്തും. ഇതിന് കഴിഞ്ഞില്ലെങ്കിൽ കരാറുകാരനെ ഒഴിവാക്കി പുതിയ ടെൻഡർ വിളിക്കേണ്ടി വരുമെന്നും ചെയർമാൻ പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി സംഘടിപ്പിക്കുന്ന വികസന സദസ്സിന് പ്രതിപക്ഷത്തിന്റെ വിയോജനക്കുറിപ്പോടെ 4 ലക്ഷം രൂപ അനുവദിക്കാൻ കൗൺസിൽ തീരുമാനിച്ചു. നവകേരള സദസ്സിന് ശേഷമുള്ള ദൂർത്താണിതെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം. റെയിൽവേ മേൽപ്പാലത്തിന് താഴെ ഓപ്പൺ ജിം ആരംഭിക്കുന്നതിന് ഭരണാനുമതി ലഭിക്കാനുള്ള നടപടി വേഗത്തിലാക്കാനും തീരുമാനമായി. മേൽപ്പാലവുമായി ബന്ധപ്പെട്ട മറ്റു പരാതികൾ പരിഹരിക്കുന്നതിനായി RBDCK പ്രതിനിധികളെ ഉൾപ്പെടുത്തി യോഗം വിളിക്കാനും തീരുമാനിച്ചു. TCV ന്യൂസ്, ഗുരുവായൂർ. മസ്തിഷ്ക ജ്വര ആശങ്കയെ തുടർന്ന് ചൂണ്ടൽ പഞ്ചായത്തിലെ 2 ക്ഷേത്രക്കുളങ്ങളടക്കം 3 കുളങ്ങളിൽ പ്രവേശനം നിരോധിച്ചു. തായങ്കാവ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെയും പയ്യൂർക്കാവ് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെയും കുളങ്ങളിലെയും പയ്യൂർക്കാവ് ക്ഷേത്രത്തിന് സമീപത്തെ പൊതുകുളത്തിലുമാണ് ഇനി ഒരു നിർദ്ദേശം ഉണ്ടാകുന്നവരെ പ്രവേശിക്കരുതെന്ന് പഞ്ചായത്ത് സെക്രട്ടറി ഉത്തരവിട്ടത്. കുളങ്ങൾക്ക് മുന്നിൽ ഫ്ലക്സ് ബോർഡും സ്ഥാപിച്ചിട്ടുണ്ട്. കുളം മലിനപ്പെടുത്തുന്ന രീതിയിൽ എണ്ണ, സോപ്പ്, ഷാമ്പു തുടങ്ങിയ ഉപയോഗിക്കുന്നത് പതിവായി ചൂണ്ടൽ NSS കരയോഗം പ്രസിഡന്റ് അഡ്വക്കേറ്റ് T ചന്ദ്രൻ പറഞ്ഞു. ക്ഷേത്രക്കുളം ശുദ്ധീകരിച്ച് പരിപാലിച്ച് ഭക്തരുടെ ആശങ്ക പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കരയോഗം ഭാരവാഹികൾ തായങ്കാവ് ദേവസ്വം ഓഫീസർക്ക് കത്ത് നൽകി. കുളങ്ങളിലെ വെള്ളം പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടെന്നും ഫലം ലഭിക്കുന്നതുവരെ കരുതൽ നടപടിയെന്ന നിലയിലാണ് പ്രവേശനം വിലക്കി നോട്ടീസ് നൽകിയതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ സുനിൽ പറഞ്ഞു. മസ്തിഷ്ക ജ്വരം പോലെയുള്ള രോഗങ്ങൾ വ്യാപിക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങളോടുള്ള ഒരു മുൻകരുതൽ എന്നുള്ള രീതിയിൽ നമുക്കിവിടെ പഞ്ചായത്തിൽ അതൊന്നും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. എങ്കിലും ജനങ്ങളുടെ ആരോഗ്യമാണ് പ്രധാനം. ഇപ്പോൾ ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തും ജനങ്ങളുടെ ആരോഗ്യത്തിന് മുൻതൂക്കം കൊടുക്കുന്നത് കൊണ്ട് ഒരു ജാഗ്രതാ നിർദ്ദേശം കൊടുത്തു എന്ന് മാത്രം. പോട്ടൂർ വേലുക്കുട്ടി റെയിൽവേ മേൽപ്പാലം നിർമ്മാണത്തിന് ആവശ്യമായ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തിയായതായി സേവ്യർ ചിറ്റിലപ്പള്ളി MLA അറിയിച്ചു. 7.46 കോടി രൂപ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കൈമാറി. സ്പെഷ്യൽ തഹസീൽദാരുടെ നേതൃത്വത്തിലുള്ള റവന്യൂ വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തിയാക്കി.
ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം പദ്ധതിയുടെ ഭാഗമായി പോട്ടോ റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കുന്നതിനാവശ്യമായ ഭൂമി ഏറ്റെടുക്കുന്നതിന് സംസ്ഥാന സർക്കാർ 2.5 കോടി രൂപ ആദ്യഘട്ടത്തിൽ അനുവദിച്ചിരുന്നു. 113 സെന്റ് ഭൂമിയാണ് മേൽപ്പാലം നിർമ്മാണത്തിനായി ഏറ്റെടുത്തത്. 21.78 കോടി രൂപയുടെ പ്രവൃത്തിയാണ് മേൽപ്പാല നിർമ്മാണത്തിന് കരാറായിട്ടുള്ളത്. റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമാകുന്ന ഓട്ടോർ തിരൂർ റോഡ് BM&BC നിലവാരത്തിൽ നവീകരിക്കുന്നതിന് 5 കോടി രൂപയുടെ പ്രവൃത്തിക്കും ടെൻഡറായതായി സേവ്യർ ചിറ്റിലപ്പള്ളി MLA TCVയോട് പറഞ്ഞു. തിരൂരിൽ നിന്ന് ആരംഭിച്ച് ആട്ടോർ എത്തിച്ചേരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു റോഡാണിത്. ഈ റോഡ് എല്ലാ PWD പുറമ്പോക്കും ഒഴിവാക്കി നമുക്ക് PWD പുറമ്പോക്ക് ഒഴിവാക്കാനേ കഴിയൂ. 5 കോടി രൂപയ്ക്ക് നിർമ്മാണം ആരംഭിക്കാൻ പോവുകയാണ്. നിർമ്മാണ ഉദ്ഘാടനം മിക്കവാറും ഒക്ടോബർ മാസം 10-ാം തീയതിക്ക് മുമ്പായി ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് അദ്ദേഹം ഓൺലൈനായി തന്നെ അത് നിർവഹിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. BM&BC നിലവാരത്തിൽ തിരൂരിൽ നിന്ന് ആരംഭിച്ച് പിന്നെ ആട്ടൂരിലേക്ക് എത്തുന്ന ഈ റോഡിൻ്റെ ഒരു ലക്ഷ്യം ഈ പറഞ്ഞ മേൽപ്പാലം കൂടി വരുന്നതോടുകൂടി ഏറ്റവും ഉന്നത നിലവാരത്തിലുള്ള ഒന്നായി മാറും. ഇരിങ്ങാലക്കുട സ്വദേശിനിയായ 91-കാരിയെ വീട്ടിൽ അതിക്രമിച്ചു കയറി ലൈംഗിക അതിക്രമം നടത്തി സ്വർണ്ണമാല കവർ ചെയ്ത കേസിൽ പ്രതിക്ക് ഇരട്ട ജീവപര്യന്തം തടവും 1,35,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. പാലക്കാട് കിഴക്കുംചേരി കണ്ണംകുളം സ്വദേശി വിജയകുമാർ എന്ന ബിജുവിനെയാണ് ഇരിങ്ങാലക്കുട അതിവേഗ സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. 2022 ഓഗസ്റ്റ് 3-നായിരുന്നു കേസിന് ആസ്പദമായ സംഭവം. വീട്ടിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന വയോധികയെ അടുക്കളയിൽ നിന്നും ബലമായി എടുത്തുകൊണ്ടുപോയി മുറിയിൽ വെച്ച് പീഡിപ്പിക്കുകയും കഴുത്തിലണിഞ്ഞിരുന്ന 2.5 പവനോളം തൂക്കം വരുന്ന സ്വർണ്ണമാല കവർച്ച നടത്തുകയുമായിരുന്നു. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് വിജു വാഴക്കാല കോടതിയിൽ ഹാജരായി. കാഞ്ഞിരക്കോട് സ്വദേശിയായ മിഥുൻ ആത്മഹത്യ ചെയ്ത സംഭവം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ശാരീരിക മാനസിക പീഡനത്തെ തുടർന്നാണെന്ന് ആരോപിച്ചും ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടും കോൺഗ്രസ് പ്രവർത്തകർ പൂങ്ങോട് ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിറ്റണ്ട സെന്ററിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ഫോറസ്റ്റ് സ്റ്റേഷന് സമീപം പോലീസ് തടഞ്ഞു. പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് പ്രവർത്തകർ മറിച്ചിട്ടു. പ്രതിഷേധ ധർണ KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ് അധ്യക്ഷത വഹിച്ചു. UDF കുന്നംകുളം നിയോജകമണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, NK കബീർ, K ഗോവിന്ദൻകുട്ടി, സുന്ദരൻ ചിറ്റണ്ട, ചന്ദ്രപ്രകാശ് ഇടമന, അജു നെല്ലുവായ്, സതീഷ് ഇടമന തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രവർത്തകരെ നേതാക്കളെയും പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്ത് നീക്കി. മാർച്ചിന്റെ സുന്ദരൻ ചിറ്റണ്ടയെ കാരണമായി മർദ്ദിക്കുകയും ഗുരുവായൂരിലെ ബഹുനില ഫ്ളാറ്റ് സമുച്ചയത്തിൽ നിന്ന് ശുചിമുറി മാലിന്യം ഒഴുക്കിവിടുന്നതിനാൽ പരിസരവാസികൾ വർഷങ്ങളായി ദുരിതത്തിലാണ്. ഇതിനെതിരെ നിരന്തരം പരാതി നൽകിയിട്ടും നടപടിയുണ്ടാകാത്തതിനാൽ ഫ്ളാറ്റ് സമുച്ചയത്തിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരത്തിനൊരുങ്ങുകയാണിവർ. തൃശൂർ റോഡിലെ മാവിൻചൂട് SFS എന്ന ഫ്ളാറ്റ് സമുച്ചയത്തിൽ നിന്നാണ് ശുചിമുറി മാലിന്യം പൊതുകാനിയിലേക്കും സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്തേക്കും ഒഴുക്കിവിടുന്നതായി പരിസരവാസികൾ ആരോപിക്കുന്നത്. ഇതുമൂലം പരിസരത്തെ കിണറുകൾ മലിനപ്പെട്ടു. ദുർഗന്ധം മൂലം രാത്രിയും പകലും ജനലുകളും വാതിലുകളും അടച്ചിടേണ്ട അവസ്ഥയാണ്. പകർച്ചവ്യാധി ഭീഷണിയും നിലനിൽക്കുന്നുണ്ട്. ഇതിനെതിരെ പരാതി നൽകി മടുത്തതിനാൽ ഇനി സമരമുഖത്തേക്ക് ഇറങ്ങാനാണ് തീരുമാനം. അവസാനമായി ജില്ലാ കളക്ടർക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകിയിട്ടുണ്ട്. ഇതിലും തീരുമാനമായില്ലെങ്കിൽ ഫ്ളാറ്റിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തുമെന്ന് പരിസരവാസിയായ രാജലക്ഷ്മി പറഞ്ഞു. എന്റെ വീട്ടില് ഞാനും എന്റെ ഭർത്താവും എന്റെ അനിയനും സുഖമില്ലാത്ത ആരാണ് ഭർത്താവും അനിയനും. അത് കാരണം ഞങ്ങൾക്ക് ഒന്നും ഭക്ഷണം വരെ മുറ്റത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത സ്ഥലം. 4 അടി വഴിയിലും ഡ്രൈനേജ് വെള്ളം തുറന്നു വിട്ടിട്ട് അവര് ആകെ വൃത്തികേടാക്കിയിട്ട് പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ മുനിസിപ്പാലിറ്റി അധികൃതർക്കും കളക്ടർക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി കൊടുത്തിട്ട് ഞങ്ങൾക്ക് ഇതുവരെ അവരുടെ അടുത്തുനിന്ന് ഒരു നടപടിയും സ്വീകരിച്ചില്ല. ഇതിനെന്തെങ്കിലും ഒരു തീരുമാനം എടുത്തിട്ടില്ലേ ഞാനും എൻ്റെ ഭർത്താവും അനിയനും ഇവിടെ കുത്തിരിപ്പ് സമരം നടത്താനുള്ള ഒരു തീരുമാനത്തിൽ പ്രതിഷേധിച്ചിട്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലാണ്. ഫ്ളാറ്റ് സമുച്ചയത്തിലെ കാനയിലേക്ക് പൈപ്പ് ബന്ധിപ്പിച്ചിട്ടുണ്ട്. പുലർച്ചെ ഇതിലൂടെ മാലിന്യം തുറന്നുവിടുന്നുവെന്നാണ് ഇവർ ആരോപിക്കുന്നത്. മതിലിനിടയിലൂടെ സമീപത്തെ പറമ്പുകളിലേക്ക് മാലിന്യം ഒലിച്ചിറങ്ങുന്നുണ്ട്. ശുചിമുറി മാലിന്യത്തിന് പുറമെ സമീപത്തെ ഓപേർഷ്യ എന്ന റെസ്റ്റോറന്റിൽ നിന്ന് അടുക്കള മാലിന്യവും കാനയിലൂടെ ഒഴുക്കിവിടുന്നതും പരിസരവാസികളുടെ ജീവിതം ദുസ്സഹമാക്കുന്നതായി പരിസരവാസിയായ അന്നമ്മ പറഞ്ഞു. ഒരു പരിഹാരം ഇതുവരെ വെച്ചാൽ ആ കൊടുക്കണ അവസരത്തിൽ 4 ദിവസം വെള്ളം വിടില്ല, അത് കഴിഞ്ഞാൽ പിന്നെയും വിടും. ഇപ്പൊ എനിക്ക് അധികം വേണ്ടത് അവരുടെ കാനയിലേക്ക് വെച്ച പൈപ്പ് ആ കുഴല് എടുത്ത് കളയിപ്പിക്കാണ് വേണ്ടത്. അല്ലാണ്ട് ഇതിന് പരിഹാരം ഒന്നുമില്ല. അത് വെള്ളം കണ്ട് തീരെ വിടരുത് കാനയിലേക്ക്. ഉടമകളുടെ സ്വാധീനമാണ് നഗരസഭയും പോലീസും നടപടിയെടുക്കാതിരിക്കാൻ കാരണമെന്നും ഇവർ ആരോപിക്കുന്നു. TCV ന്യൂസ്, ഗുരുവായൂർ. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം.
ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. കാർ തട്ടിയതിനെ തുടർന്നുണ്ടായ തർക്കത്തിൽ കാർ യാത്രക്കാരനെ ആക്രമിച്ച കേസിൽ ഒരു പ്രതി കൂടി അറസ്റ്റിൽ. വെള്ളാങ്കല്ലൂർ സ്വദേശി വഞ്ചിപ്പുര വീട്ടിൽ ആൻസനെയാണ് ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തത്. കോണത്തുകുന്നിൽ വെച്ച് പുത്തൻചിറ സ്വദേശി മുഹമ്മദ് സിദ്ദിഖിനെയും കൂട്ടുകാരെയുമാണ് പ്രതികൾ ആക്രമിച്ചത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മുതുവറയിൽ ഫ്ളാറ്റിൽ വെച്ച് യുവാവ് യുവതിയെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് കൊച്ചി ഫ്ളാറ്റ് പീഡന കേസിലെ പ്രതി പുറ്റേക്കര സ്വദേശി മാർട്ടിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഗുരുതര പരിക്കേറ്റ മുളങ്ങുന്നത്തുകാവ് സ്വദേശിനി ശർമ്മളയെ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സുഹൃത്തായ ശർമ്മളയും മാർട്ടിനും ഫ്ളാറ്റിൽ ഒരുമിച്ച് താമസിച്ചു വരികയായിരുന്നു. അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നുള്ള തർക്കമാണ് കത്തിക്കുത്തിൽ കലാശിച്ചത്. സംസ്ഥാനത്ത് വോട്ടർ പട്ടിക ശുദ്ധീകരണം ആവശ്യപ്പെട്ട് BJP. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനൊപ്പം വോട്ടർ പട്ടിക ശുദ്ധീകരണം നടത്തണമെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. BJP ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പട്ടികയിൽ ക്രമക്കേടുണ്ടാക്കി വോട്ട് തട്ടാനുള്ള ശ്രമമാണ് ഇടത് വലത് പാർട്ടികളുടേത്. ക്രമക്കേടുകളുടെ കേന്ദ്രമാണ് കേരളം. ഇതിനെ സാധൂകരിക്കാനുള്ള ശ്രമമാണ് ഇടത് വലത് പാർട്ടികളുടേത്. ദേശീയ തലത്തിൽ പരാതി ഉന്നയിക്കുന്നവർ പോലും കേരളത്തിൽ വോട്ടർ പട്ടിക ശുദ്ധീകരണത്തിന് എതിർക്കുന്നത് അതുകൊണ്ടാണെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു. വോട്ടർ പട്ടിക ശുദ്ധീകരണം ഉടൻ വേണമെന്ന് BJP മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറോട് രേഖാമൂലം ആവശ്യപ്പെടുമെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ഭാരതീയ ജനതാ പാർട്ടിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിരവധി അപവാദങ്ങൾ, നിരവധി തരത്തിലുള്ള കുറ്റങ്ങളും കുറ്റാരോപണങ്ങളുമെല്ലാം ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഉന്നയിക്കുന്ന ഇതേ പാർട്ടി കേരളത്തിൽ വോട്ടർ പട്ടിക പുതുക്കുന്നതിന് തടസ്സം നിൽക്കുന്നത് എന്തുകൊണ്ട്? വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളുടെ ഒരു കേന്ദ്രമാണ് കേരളം. ഈ ക്രമക്കേടുകൾ ശുദ്ധീകരിക്കാൻ എന്തുകൊണ്ട് ഇവർ തയ്യാറാവുന്നില്ല? അതിൻ്റെ അർത്ഥം വോട്ടർ പട്ടികയിൽ ക്രമക്കേടുണ്ടാക്കി വോട്ട് തട്ടുക എന്ന ലക്ഷ്യമാണ് ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും ലക്ഷ്യം. കേരളത്തിലെ LDF ഭരണകൂടം പിണറായി വിജയന്റെ 10 വർഷത്തിലെ ദുർഭരണത്തിനെതിരായി ചിന്തിക്കുന്നവരെ പോലും വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്ന സമീപനം സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജയിപ്പിക്കാനും പറ്റുന്ന തരത്തിൽ അതിർത്തികൾ മുഴുവനും ഒരു ശാസ്ത്രീയതയുമില്ലാതെ വെട്ടിമാറ്റുകയും കൂട്ടിച്ചേർക്കുകയും ചെയ്തത് ശേഷം വോട്ടർ പട്ടിക കൃത്യമാക്കാനുള്ള ഇലക്ഷൻ കമ്മീഷന്റെ ശ്രമത്തെ തകർക്കാൻ, അങ്ങനെ കേരളത്തിൽ അത് നടപ്പാക്കുന്നതിൽ നിന്ന് ഇലക്ഷൻ കമ്മീഷനെ തടസ്സപ്പെടുത്തുവാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഇവർ നടത്തുന്നത്. ത്രിതല പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പിൽ അതുമായി ബന്ധപ്പെട്ട് തന്നെ ഈ വോട്ടർ പട്ടിക സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ നടക്കണം. കാലം ചെയ്ത മാർ ജേക്കബ് തൂങ്കുഴിയോടുള്ള ആദരസൂചകമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തൃശൂർ ആർച്ച് ബിഷപ്പ് ഹൗസ് സന്ദർശിച്ചു. ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്, സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ തുടങ്ങിയവരുമായി MV ഗോവിന്ദൻ മാർ ജേക്കബ് തൂങ്കുഴിയുടെ വിയോഗത്തിലുള്ള അനുശോചനം പങ്കുവച്ചു. CPM കേന്ദ്ര കമ്മിറ്റി അംഗം PK ബിജു, CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ തുടങ്ങിയവർ MV ഗോവിന്ദനൊപ്പമുണ്ടായിരുന്നു. യുവാവിനെ ഹെൽമറ്റ് കൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ പ്രതി പിടിയിൽ. എടവിലങ്ങ് കാര സ്വദേശി പാറശ്ശേരി വീട്ടിൽ രമേഷിനെയാണ് കൊടുങ്ങല്ലൂർ SHO BK അരുണിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. പ്രതിയുടെ വാഹനത്തിനെതിരെ വാഹനം ഓടിച്ചു വന്നെന്ന വൈരാഗ്യത്തിൽ കാര സ്വദേശി പെരിങ്ങാട്ട് വീട്ടിൽ ദേവരാജിനെ കൈകൊണ്ടും ഹെൽമറ്റ് കൊണ്ടും ആക്രമിച്ച് പരിക്കേൽക്കുകയായിരുന്നു. SIമാരായ K സലീം, KG സലീൽ, CPO ഗിൽബർട്ട് ജേക്കബ് എന്നിവർ പ്രതികളെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. റോഡ് വികസനത്തിനായി പൊളിച്ച ഒല്ലൂർ ക്രിസ്റ്റഫർ നഗർ ജംഗ്ഷനിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് സെന്റ് റാഫേൽസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികൾ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചു. ജില്ലാ കലക്ടർ, കോർപ്പറേഷൻ മേയർ, സിറ്റി പോലീസ് കമ്മീഷണർ, ACP എന്നിവർക്ക് പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടാകാത്തതിനെ തുടർന്നായിരുന്നു പ്രതിഷേധം. 14 മാസം മുൻപാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം പൊളിച്ചു നീക്കിയത്. ബസ് കാത്തിരിപ്പ് കേന്ദ്രമില്ലാത്തതിനാൽ ബസ്സുകൾ സ്റ്റോപ്പിൽ നിർത്താത്തത് പതിവായിരിക്കുകയാണ്.
500ഓളം വിദ്യാർത്ഥികളാണ് PTA നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സമരത്തിൽ പങ്കെടുത്തത്. പ്രിൻസിപ്പൽ സിസ്റ്റർ മേരി സീന, PTA പ്രസിഡന്റ് M. ആഷ, വൈസ് പ്രസിഡന്റ് ഷാജു കിടങ്ങൻ, സ്കൂൾ ചെയർപേഴ്സൺ K. അഭിനന്ദ എന്നിവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. അതിൻ്റെതായുള്ള ബുദ്ധിമുട്ടുകളും അപകടങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. തമിഴ്നാട് കൊലപാതക കേസിലെ 3 പ്രതികളെ പിടികൂടിയ തൃശൂർ സിറ്റി പോലീസിന് തമിഴ്നാട് പോലീസിന്റെ പ്രശംസ. തമിഴ്നാട് തൂത്തുക്കുടിയിൽ പോലീസ് കോൺസ്റ്റബിളായ അച്ഛന്റെ പെൺസുഹൃത്തിനെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം കേരളത്തിലേക്ക് കടന്നുകളഞ്ഞ മകൻ ഉൾപ്പെടെ പ്രതികളായ 3 അംഗ സംഘത്തെയാണ് പൂങ്കുന്നത്തെ വാടക വീട്ടിൽ നിന്നും ഈസ്റ്റ് പോലീസിന്റെ സഹായത്തോടെ പിടികൂടിയത്. തൂത്തുക്കുടി ത്രേസ്യപുരം സ്വദേശി സെൽവി, ഇവരുടെ 16-കാരനായ മകന്റെ സഹപാഠി എന്നിവരാണ് പൂങ്കുന്നത്തെ വാടക വീട്ടിൽ നിന്നും പിടിയിലായത്. പ്രതികളെ പിടികൂടിയ തൃശൂർ ഈസ്റ്റ് SHO MJ ജിജോ, സിവിൽ പോലീസ് ഓഫീസർമാരായ VB ദീപക്, KR സൂരജ്, MS അജ്മൽ, P ഹരീഷ് കുമാർ, അബി ബിലായ് എന്നിവരെയാണ് തമിഴ്നാട് പോലീസ് പ്രശംസിച്ചത്. ഓണനാളിൽ പൂക്കാൻ മടിച്ച ചെണ്ടുമല്ലിത്തോട്ടം വൈകിയാണെങ്കിലും പൂവിട്ടു. നവരാത്രി ആഘോഷ പൂവിപണി തുണയ്ക്കുമെന്ന പ്രതീക്ഷയിൽ കർഷകർ. കൊടുങ്ങല്ലൂരിലെ എറിയാട് പഞ്ചായത്തിലെ 16-ാം വാർഡിൽ തൊഴിലുറപ്പ് തൊഴിലാളികളും JLG ഗ്രൂപ്പും ചേർന്നാണ് പൂക്കൃഷി നടത്തിയത്. 4 ഏക്കർ ഭൂമിയിൽ 4000 ചെണ്ടുമല്ലി തൈകളാണ് നട്ടത്. ഒപ്പം വാടാമല്ലിയും കൃഷി ചെയ്തിട്ടുണ്ട്. ഓണക്കാല വിൽപ്പന ലക്ഷ്യമാക്കിയാണ് ഇവർ കൃഷിയിറക്കിയതെങ്കിലും പ്രതീക്ഷിച്ച വിള ലഭിച്ചില്ല. എന്നാൽ ഇപ്പോൾ കൃഷിയിടം മുഴുവൻ പൂവസന്തം തീർത്തിരിക്കുകയാണ്. വാർഡ് 16 തൊഴിലുറപ്പ് തൊഴിലാളികളും JLG ഗ്രൂപ്പും കൂടെ ചേർന്നാണ് ഈ പൂക്കൃഷിയുടെ നടത്തിയത്. ഓണവിപണിയിൽ നമ്മൾ കാര്യമായ പൂവൊന്നും നമുക്ക് ഓണവിപണിയിൽ കിട്ടിയില്ല. പക്ഷേ പൂജയിപ്പോണത്തിന് നല്ല വിപണി നമുക്കുണ്ടാവും. പൂജയിപ്പോണത്തിന് എല്ലാ കടക്കാരും നമ്മളോട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് അങ്ങനെ 10 വർഷമായി ഞങ്ങൾ ഈ 16-ാം വാർഡിൽ പൂക്കൃഷി നടത്തിക്കൊണ്ടിരിക്കുന്നു. നവരാത്രി ആഘോഷ ദിവസങ്ങളിൽ പൂക്കൾക്ക് ആവശ്യക്കാരുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണിവർ. കഴിഞ്ഞ 10 വർഷമായി 16-ാം വാർഡിൽ വനിതകളുടെ നേതൃത്വത്തിൽ പൂക്കൃഷി നടത്തിവരുന്നുണ്ട്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. ദേശീയ ആയുർവേദ ദിനാചരണത്തിന്റെ ഭാഗമായി ഭാരതീയ ചികിത്സാ വകുപ്പും നാഷണൽ ആയുഷ് മിഷനും സംയുക്തമായി തൃശൂരിൽ ബോധവൽക്കരണ റാലി സംഘടിപ്പിച്ചു. നടുവിലാൽ പരിസരത്ത് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ബോധവൽക്കരണ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. റാലി രാമവർമ്മ ജില്ലാ ആയുർവേദ ആശുപത്രിയിലെത്തി സമാപിച്ചു. ഭാരതീയ ചികിത്സാ വകുപ്പ് DMO ഡോക്ടർ KS ബീനാകുമാരി, റാലി കമ്മിറ്റി കൺവീനർ ഡോക്ടർ KP സുധീർ കുമാർ, DPM ഡോക്ടർ ആര്യ സോമൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കാലാവസ്ഥാ വകുപ്പ് ശക്തമായ മഴയ്ക്ക് സാധ്യത പ്രവചിച്ച സാഹചര്യത്തിൽ ജലനിരപ്പ് നിയന്ത്രിക്കുന്നതിനായി പീച്ചി ഡാമിൽ നിന്നും ബുധനാഴ്ച രാവിലെ 9 മുതൽ KSEBയുടെ ചെറുകിട വൈദ്യുതി ഉൽപ്പാദന നിലയം റിവേഴ്സ് ലൂയിസ് വഴി വെള്ളം തുറന്നുവിടുമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. മണലി, കരുവന്നൂർ പുഴകളിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ പുഴകളുടെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ് നൽകി. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 10,480 രൂപ, പവന് 83,840 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡൻ ഡയമണ്ട്സ് തൃപ്രയാർ. മലയാളത്തിന്റെ അഭിമാനം മോഹൻലാലിന് രാജ്യത്തിന്റെ ആദരം. ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം രാഷ്ട്രപതിയിൽ നിന്ന് മോഹൻലാൽ ഏറ്റുവാങ്ങി. തന്റെ ആത്മാവിന്റെ സ്പന്ദനമാണ് സിനിമയെന്ന് മോഹൻലാൽ. ഭൂട്ടാനിൽ നിന്നുള്ള വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട് തൃശൂർ ഉൾപ്പെടെ 5 ജില്ലകളിൽ കസ്റ്റംസ് നടത്തിയ പരിശോധനയിൽ 36 വാഹനങ്ങൾ പിടിച്ചെടുത്തു. പാലിയേക്കരയിലെ കാർ സർവീസ് സെന്ററിൽ പണിക്ക് കൊണ്ടുവന്ന 4 ആഡംബര കാറുകൾ കസ്റ്റംസിന്റെ നിരീക്ഷണത്തിൽ. മാധ്യമങ്ങളെ കടന്നാക്രമിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുടെ പേരിൽ പാർട്ടിക്കെതിരെ മാധ്യമങ്ങൾ കള്ളപ്രചാര വേലയാണ് നടത്തുന്നതെന്ന് MV ഗോവിന്ദൻ. തൃശൂർ കേരള വിഷൻ ലിമിറ്റഡിന്റെ 21ാമത് വാർഷിക യോഗം തൃശൂരിൽ നടന്നു. കേരള വിഷന്റെ പ്രവർത്തനം രാജ്യത്തിന് തന്നെ മാതൃകയാണെന്ന് COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ.
തൃശൂർ കോർപ്പറേഷന്റെ അന്യായമായ പേട്ട പണം പിരിവിനെതിരെ പ്രതിഷേധം ശക്തമാക്കി വ്യാപാരികൾ. നായരങ്ങാടി, അരിയങ്ങാടി മേഖലയിലെ വ്യാപാര സ്ഥാപനങ്ങൾ വ്യാഴാഴ്ച അടച്ചിട്ട് പ്രതിഷേധിക്കും. കൈക്കൂലി വാങ്ങുന്നതിനിടെ അസിസ്റ്റന്റ് ലേബർ ഓഫീസർ വിജിലൻസ് പിടിയിൽ. ചാവക്കാട് അസിസ്റ്റന്റ് ലേബർ ഓഫീസറായിരുന്ന ഇരിങ്ങാലക്കുട സ്വദേശി ജയപ്രകാശാണ് 5000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ പിടിയിലായത്. അമീബിക് മസ്തിഷ്കജ്വര വ്യാപനം. ഗുരുവായൂർ ക്ഷേത്രക്കുളം അടച്ചിടുന്നതിന് ദേവസ്വത്തോട് നിർദ്ദേശം നൽകാൻ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ തീരുമാനം. ചൂണ്ടൽ പഞ്ചായത്തിലെ 2 ക്ഷേത്രക്കുളങ്ങളടക്കം 3 കുളങ്ങളിൽ പ്രവേശനം നിരോധിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.